സെപ്റ്റംബർ 29 വിശുദ്ധരായ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ മാലാഖമാർ. ദൈവശാസ്ത്രജ്ഞന്മാരും സഭാപിതാക്കന്മാരും തിരുലിഖിതങ്ങളുടെയും ക്രൈസ്തവ യഹൂദ പാരമ്പര്യങ്ങളെയും അടിസ്ഥാനമാക്കി മാലാഖമാരെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് 9 വൃന്ദം മാലാഖമാരുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 9 വൃന്ദം മാലാഖമാരെ 3 വൃന്ദങ്ങൾ വീതമുള്ള 3 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ദൈവശുശ്രൂഷയ്ക്കായി മാത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന സെറാഫുകൾ, കെരൂബുകൾ, സിംഹാസനങ്ങൾ എന്നീ മാലാഖവൃന്ദങ്ങൾ നിരന്തരമായി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ വിഭാഗമായ ആധിപത്യങ്ങൾ, ശക്തികൾ, താത്വികന്മാർ എന്നീ മാലാഖവൃന്ദങ്ങളെ ഭൂലോകത്തെയും സൃഷ്ടപ്രപഞ്ചത്തെയും മുഴുവനായും ഭരിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. പ്രധാനികൾ, പ്രധാന ദൂതന്മാർ, മാലാഖമാർ എന്നീ 3 വൃന്ദങ്ങൾ ഉൾപ്പെടുന്ന മൂന്നാമത്തെ വിഭാഗം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ മധ്യസ്ഥരായി പ്രവർത്തിക്കുന്നു. പ്രധാന ദൂതന്മാരിൽ പെടുന്നവരാണ് മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ മാലാഖമാർ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സ്വർഗീയ ദൂതന്മാരെക്കുറിച്ച് നിരവധി സൂചനകളുണ്ട്. മാലാഖമാർ ഏദൻ തോട്ടത്തിൻ്റെ കവാടത്തിൽ നിന്നു. പിതാവായ അബ്രാഹത്തെ നയിച്ചു. ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ അബ്രാഹത്തെ തടഞ്ഞു. സോദോമിനെ നശിപ്പിക്കുകയും ലോത്തിനെ രക്ഷിക്കുകയും ചെയ്തു. യാക്കോബുമായി സംസാരിക്കുകയും മൽപ്പിടുത്തം നടത്തുകയും ചെയ്തു. മോശയുടെയും ഇസ്രായേൽ ജനത്തിൻ്റെയും മുമ്പിൽ നടന്നു. ഇസ്രായേലിലെ രാജാക്കന്മാരോടും പ്രവാചകന്മാരോടും ഇടപെട്ടു. ഈ പഴയ നിയമ സംഭവങ്ങൾ കൂടാതെ പുതിയ നിയമത്തിലും നിരവധി സംഭവങ്ങളുണ്ട്. പ്രധാന ദൂതനായ ഗബ്രിയേൽ സ്നാപക യോഹന്നാൻ്റെയും ഈശോയുടെയും ജനനങ്ങൾ പ്രഖ്യാപിച്ചു. ഈശോ തൻ്റെ പ്രസംഗങ്ങളിൽ മാലാഖമാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗത്സമനിയിലെ പീഡാനുഭവ സമയത്ത് മാലാഖമാർ ഈശോയെ ശുശ്രൂഷിച്ചു. ഈശോയുടെ ഉദ്ധാന സമയത്തും മാലാഖമാർ സന്നിഹിതരായിരുന്നു. ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ മാലാഖ പത്രോസിനെ സഹായിച്ചു. വിശുദ്ധ പൗലോസും മാലാഖമാരെക്കുറിച്ച് പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. ഓരോ മനുഷ്യനും വേണ്ടി ഓരോ കാവൽ മാലാഖയെ നിയോഗിച്ചിട്ടുണ്ടെന്നാണ് വിശുദ്ധ തോമസ് അക്വീനാസ് പഠിപ്പിക്കുന്നത്. യഹൂദ പാരമ്പര്യമനുസരിച്ച് 7 പ്രധാന മാലാഖമാരുണ്ടെങ്കിലും മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ എന്നീ 3 പേരുടെ പേരുകൾ മാത്രമാണ് വിശുദ്ധ ബൈബിളിൽ ഉള്ളത്. ലൂസിഫറിൻ്റെ നേതൃത്വത്തിൽ ഒരു പറ്റം മാലാഖമാർ ദൈവത്തിനെതിരെ തിരിഞ്ഞപ്പോൾ ദൈവത്തെപ്പോലെ ആരുണ്ട് എന്നർത്ഥമുള്ള മിഖായേൽ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ദൈവപക്ഷത്തു നിന്ന മാലാഖായിക്ക് മിഖായേൽ എന്ന പേര് ലഭിച്ചു എന്ന ഒരു പാരമ്പര്യ വിശ്വാസമുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന ഒരു രാജകുമാരനായി മിഖായേലിനെ സൂചിപ്പിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സാത്താനുമായി മിഖായേൽ യുദ്ധം ചെയ്യുന്നതായി വെളിപാടിൻ്റെ പുസ്തകത്തിൽ വിവരിക്കുന്നു. ഈ ബൈബിൾ ഭാഗങ്ങളെ അടിസ്ഥാനമാക്കി സാത്താനും അവൻ്റെ ദൂതന്മാർക്കുമെതിരായി യുദ്ധം ചെയ്യുന്നവനായും സഭയുടെ സംരക്ഷകനായും മാലാഖമാരുടെ രാജകുമാരനായും വിശുദ്ധ മിഖായേലിനെ നാം മനസ്സിലാക്കുന്നു. വിശുദ്ധ തോമസ് അക്വീനാസ് മിഖായേൽ മാലാഖയെ കാണുന്നത് മാലാഖമാരുടെ ശ്രേണിയിൽ താഴെയുള്ള 2ാമത്തെ വിഭാഗത്തിലാണ്. എന്നാൽ വിശുദ്ധരായ ബേസിൽ, റോബർട്ട് ബെല്ലാർമീൻ, ബെനവെഞ്ചർ എന്നിവരുടെ അഭിപ്രായത്തിൽ മിഖായേൽ മാലാഖ മുഴുവൻ മാലാഖ സൈന്യത്തെ നയിക്കുന്നവനും ഉന്നത മണ്ഡലത്തിലെ സെറാഫ് മാലാഖയായും പ്രകാശവാഹകനുമായിരുന്ന ലൂസിഫറിൻ്റെ സ്ഥാനം ഏറ്റെടുത്തവനുമാണ്. കത്തോലിക്കരുടെ ഇടയിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന വിശുദ്ധ മിഖായേലിനോടുള്ള പ്രാർത്ഥന ലിയോ 13 പാപ്പ എഴുതിയതാണ്. ദൈവം എൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ ശക്തനായ മനുഷ്യൻ എന്നൊക്കെ അർത്ഥമുള്ള ഗബ്രിയേൽ എന്ന പേര് ബൈബിളിൽ പല സ്ഥലത്ത് നാം കാണുന്നുണ്ട്. ദാനിയേലിൻ്റെ ദർശനത്തെ വ്യാഖ്യാനിക്കുന്ന ഗബ്രിയേൽ മാലാഖയെ ദാനിയേലിൻ്റെ പുസ്തകം 8-9 അധ്യായങ്ങളിൽ നാം കാണുന്നു. പുതിയ നിയമത്തിൽ സക്കറിയായിക്കും പരിശുദ്ധ മറിയത്തിനും യൗസേപ്പിതാവിനും ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ദൈവിക സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഈ കാരണങ്ങളാൽ
ദൈവിക സന്ദേശങ്ങൾ അറിയിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ സുപ്രധാന സംഭവങ്ങളിൽ ഇടപെടുന്ന വിശുദ്ധ മിഖായേലിനെ കാഹളം ഊതിക്കൊണ്ടിരിക്കുന്ന പ്രധാന മാലാഖയായി വിശുദ്ധ കലാരൂപങ്ങളിൽ നാം കാണുന്നു. ബൈബിളിലെ തോബീത്തിൻ്റെ പുസ്തകത്തിൽ മാത്രം കാണപ്പെടുന്ന റഫായേൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം സുഖപ്പെടുത്തി എന്നാണ്. തോബീത്തിൻ്റെ മകൻ തോബിയാസിൻ്റെ യാത്രയിൽ സഹായിയും കൂട്ടുകാരനുമായി റഫായേൽ മാലാഖ മനുഷ്യരൂപത്തിൽ അവൻ്റെ കൂടെ നടന്നു. വിശുദ്ധ റഫായേൽ തോബിയാസിൻ്റെ ഭാര്യ സാറായുടെ കുടുംബത്തിൽ നിന്ന് പിശാചിനെ പുറത്താക്കുകയും പിതാവായ തോബീത്തിൻ്റെ അന്ധത സുഖപ്പെടുത്തുകയും ചെയ്തു. അവസാനം മാലാഖ അവരോട് ഇങ്ങനെ വെളിപ്പെടുത്തി: ഞാൻ റഫായേലാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന 7 വിശുദ്ധ ദൂതന്മാരിൽ ഒരുവൻ. വെളിപാട് പുസ്തകത്തിലെ 7 ദൂതന്മാരിൽ ഒരാൾ റഫായേലാണെന്ന് അനുമാനിക്കപ്പെടുന്നു. വെളിപാട് 8:2 ഇങ്ങനെ വായിക്കുന്നു: ദൈവസന്നിധിയിൽ നിന്നിരുന്ന 7 ദൂതന്മാരെ ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളങ്ങൾ നൽകപ്പെട്ടു. രക്ഷാകാരി ചരിത്രത്തിലുടനീളം ദൈവം ഉപയോഗിച്ചിട്ടുള്ള 3 പ്രധാന മാലാഖമാരാണ് വിശുദ്ധനായ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ മാലാഖമാർ. ഇവരുടെ മധ്യസ്ഥതയിലൂടെ ദൈവം നമ്മുടെ മേൽ നിരവധി കൃപകൾ വർഷിക്കുന്നുണ്ട്. ദൈവം നമുക്ക് പ്രത്യേകം വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ മാലാഖമാരുടെ സഹായം നമുക്ക് തേടാം. വിശുദ്ധ മിഖായേലിലൂടെ ദൈവത്തിൻ്റെ സംരക്ഷണവും, വിശുദ്ധ ഗബ്രിയേലിലൂടെ ദൈവിക വെളിപാടുകളും, വിശുദ്ധ റഫായേലിലൂടെ ദൈവിക സൗഖ്യവും ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.